Good evening from Shashidharan, Sydney retired boysന്റെ വേറൊരു പുതിയ വ്ളോഗുമായിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുന്നു. ഈ പ്രാവശ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ കൂടെ പഠിച്ച 1975 ബാച്ച് അല്ല 75 ബാച്ച് MRSC, അതായത് റോയൽ MRSC എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഗവൺമെന്റ് ഗവൺമെന്റ് ITI കണ്ണൂരിന്റെ ഒരു വിങ്ങുമായിട്ടാണ്. ഞങ്ങളുടെ അന്നുള്ള ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണിത്. സോ വെൽക്കം ഓൾ. ഐ വിൽ ഇൻട്രൊഡ്യൂസ് വൺ ബൈ വൺ. ഏറ്റവും ആദ്യമായിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മുഹമ്മദ് അഷ്റഫ്, ഞങ്ങളെ ക്ലാസ്മേറ്റ്. ഇപ്പൊ ദുബായിലാണ്, മിനിഞ്ഞാന്ന് ലീവിൽ വന്നതാണ്. പുള്ളിയുടെ ആയിട്ട് ഒരു അഭിമുഖ സംഭാഷണം. അഷ്റഫ്, എങ്ങനെ ഉണ്ടായിരുന്നു ദുബായ് ലൈഫ്? നമ്മളെ ഇവിടുന്നൊക്കെ വിട്ടുപോയി കുറെ വർഷങ്ങളായി. എന്ത് തോന്നുന്നു നമ്മളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്ഷിപ്പും നമ്മളെ MRSCയും പിന്നെ ലൈഫില് നിങ്ങൾ കണ്ട് ദുബായിലൊക്കെ പോയതിന്റെ എന്തൊക്കെയുണ്ട് സ്റ്റോറീസ്? നട്ട്ഷൽ ചെറുങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് ഞാൻ വളരെയധികം നിങ്ങളെല്ലാവരും മിസ് ചെയ്യുന്നു. എന്ത് ജോലി തിരക്കിനിടയിലും നിങ്ങളെല്ലാവരുടെ മുഖവും മറക്കാൻ കഴിയുന്നില്ല. ഇപ്പോഴ് സുഖമായി കഴിയുന്നുണ്ട്. വെരി ഗുഡ്. എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് നിങ്ങളെല്ലാവരും ഓർമ്മിച്ചുകൊണ്ടും എപ്പോഴും കമ്മ്യൂണിക്കേഷനിൽ നിലനിർത്തിക്കൊണ്ടും സുഖമായി കഴിയുന്നു. എല്ലാ ആശംസകളും നേരുന്നു. ഇനി വീണ്ടും വീണ്ടും നമ്മൾ കണ്ടുമുട്ടാനും ഇതുപോലെ കൂടിയിരിക്കാനും സഹായിക്കട്ടെ ദൈവം. എല്ലാവരും ആശംസിക്കുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. അഷ്റഫിന്റെ ഗുഡ് മോർണിംഗ് മെസ്സേജസ് കിട്ടാറുണ്ട് നമ്മളെ ഗ്രൂപ്പിൽ. അതുപോലെ ഞാനും ഒരു ദിവസം മുടക്കമില്ലാതെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് മെസ്സേജ് അയക്കുന്നത് ഈ ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്യാനും യാതൊരു തടസ്സമില്ലാണ്ടും അങ്ങനെ പോയിക്കോട്ടെ എന്നുള്ള അഭിപ്രായത്തിലാണ്. നമ്മളിപ്പോൾ ITI വിട്ടിട്ട് എത്ര വർഷമായി? 79 വിട്ടില്ല, 78 49 ഇയേഴ്സ്. 49 ഇയേഴ്സ്. 50th ഇയറിലേക്ക് പ്രവേശിക്കുന്നു. ഇറ്റ്സ് എ റിയൽ മിറാക്കുലസ് അല്ലേ? വലിയൊരു ലക്കാണ് നമ്മളെല്ലാവരും കൂടിയിരിക്കുക. അതെ അതെ, ഇത്രയും വർഷം കഴിഞ്ഞിട്ടും. അതെ അതെ, എല്ലാവരും ഓർത്തെടുത്തല്ലോ എല്ലാവരും. അതെ അതെ. അഷ്റഫ്, എത്ര കുട്ടികൾ, എത്ര ഗ്രാൻഡ് ചിൽഡ്രൻ? അതും കൂടി പറയാം. എനിക്ക് 4 കുട്ടികളുണ്ട്, 8 ഗ്രാൻഡ് ചിൽഡ്രൻസ്. എല്ലാവരും ദുബായിൽ സെറ്റിൽഡ് ആണ്. മക്കളൊക്കെ എല്ലാവരും ദുബായിൽ തന്നെയാ? എല്ലാവർക്കും ജോലിയുണ്ട്. ഫാമിലി എല്ലാവരും ദുബായിൽ തന്നെ സെറ്റിൽ ഇരിക്കുകയാണ്. അഷ്റഫ്, അവിടെ എന്താ ഇപ്പൊ ചെയ്യുന്നത് ദുബായിൽ? ഞങ്ങളൊക്കെ ദുബായ് വിട്ട് വന്നിട്ട് കാലങ്ങളായി. ദുബായ് ബിസിനസ് ചെയ്യുന്നു. ബിസിനസ്. ഓക്കെ, വെരി ഗുഡ്. സോ വെരി നൈസ്. എന്ത് ബിസിനസ് ആണ് അഷ്റഫ്? അല്ല, ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്, മുമ്പ് പല ആക്ടിവിറ്റീസ് ഉണ്ട്. കമ്മോഡിറ്റീസ്, വെജിറ്റബിൾ, ഇതിന്റെ ഒക്കെ ഉണ്ട് ഹോൾസെയിൽ. ഞാൻ ഇമ്പോർട്ടർ ആണ് ബേസിക്കലി. വെരി ഗുഡ്. ഞാൻ കെനിയയിൽ എക്സ്പോർട്ടർ ആണ് ഞാൻ മുമ്പ്. അതൊക്കെ ഈ നമ്മുടെ കൊറോണ മുതൽ ഒക്കെ ബന്ധായി പോയി. ഇപ്പോഴും നമുക്ക് യോജിക്കുന്ന അത് ഞാൻ ഇപ്പോഴ് ഫിനാൻഷ്യൽ ബിസിനസ് ആണ്. ഫിനാൻഷ്യൽ ഒരു ഹോങ്കോങ് ബേസ്ഡ് കമ്പനിയുടെ കൂടെ ഉള്ളൊരു പരിപാടിയാണ്. വെരി ഗുഡ്. നമ്മുടെ ഏജിനനുസരിച്ച് നമുക്ക് മാച്ച് ചെയ്യുന്ന ബിസിനസ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എല്ലാ തരത്തിലുള്ള ഹെൽത്തും എല്ലാത്തും നല്ലത് നേർന്നുകൊണ്ട് വിൽ പാസ് ഓൺ ടു മധുസൂദൻ. മിസ്റ്റർ മധുസൂദൻ, ഓവർ ടു മൈക്ക്. മധുസൂദൻ, മധുവായി എന്തൊക്കെയാ പറയാനുള്ളത്? പറയൂ. നമ്മള് 49 വർഷത്തിന് മുന്നേ പഠിച്ചിരുന്ന ആ ഗ്രൂപ്പ് നമ്മൾ ഇപ്പോഴും ലൈവായി ഒത്തുചേരുന്നു. അതിൽ എൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. കാരണം നമ്മൾ ഒത്തുചേരുമ്പോൾ നമ്മൾ വീണ്ടും 49 വർഷം പുറകിലോട്ടാണ് പോകുന്നത്. വീണ്ടും നമ്മൾ പഴയ 18 വയസ്സുള്ള കോളേജ് പയ്യന്മാരായി മാറുക. ഇവിടെ വന്നിരിക്കുമ്പോൾ വീണ്ടും പഴയ ഓർമ്മകളും പഴയ കൂടിച്ചേരലും ഇതിൽ. പക്ഷേങ്കിൽ നമ്മളിതിപ്പം പറഞ്ഞത് ഒരു 5-6 വർഷമായിട്ട് നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരെയും കിട്ടാറില്ല. പക്ഷേങ്കിൽ കിട്ടുന്ന ഓർമ്മ വെച്ചിട്ട് നമ്മൾ ഒരു പ്രാവശ്യം പിന്നെ കണ്ടിരിക്കും എല്ലാവരും. ഇപ്പോഴും അത് നമ്മൾ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തുപോലെ ഈശ്വരൻ സഹായിച്ചിട്ട് എല്ലാവർക്കും ഒരു ദീർഘായുസ് തന്ന് മുന്നോട്ടും ഇങ്ങനെ തന്നെ നമ്മളെ വയസ്സാകുന്നവരെ യാത്ര ചെയ്യാൻ പറ്റുന്ന അത്ര വരെ ഇതുപോലെ മുന്നോട്ട് പോകണമെന്നുള്ള ആഗ്രഹമുണ്ട്. കാരണം എപ്പോഴും നമ്മളിപ്പം
അപ്പം സ്കൂൾ ഗ്രൂപ്പ് ഉണ്ട്, കോളേജ് ഗ്രൂപ്പ് ഉണ്ട്. പക്ഷേ ഇതിൽ നമുക്ക് ഒരു പ്രത്യേക ഒരു അടുപ്പായിരുന്നു നമ്മളെല്ലാവരും തമ്മിൽ. ഒരു ഭയങ്കരമായിട്ട് അടുത്ത്, പിന്നെ അതൊരു ഭയങ്കര, ഇപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. വളരെ സന്തോഷമുണ്ട്. അതിലിടയിൽ ITI വിട്ടിട്ട് മധു എന്താ ചെയ്തതെന്നും കൂടി പറഞ്ഞാൽ. ഞാൻ ITI വിട്ടിട്ട് നേരെ എല്ലാവരും സ്വപ്നം കാണുന്ന പോലെ ദുബായ് സ്വപ്നം കണ്ടുകൊണ്ട് ഞാൻ ബോംബെയിലേക്ക് ചേക്കേറിയതാണ്. ബോംബെ പോയിട്ട് 2 വർഷം റിഫ്രിജറേഷൻ ഫീൽഡിൽ വർക്ക് ചെയ്തു. 2 വർഷം കഴിഞ്ഞ് പിന്നെ ഫോറിൻ മറ്റേ ഇതിലേക്ക് കയറി ഇറങ്ങി പാസ്പോർട്ടും കൊടുത്ത് വിസയ്ക്ക് വേണ്ടി, അതൊരു പറഞ്ഞാൽ തീരാത്ത വലിയൊരു കഥയാണ്. അതിൽ എൻ്റെ കൂടെ കയറി ഇറങ്ങിയത് പ്രകാശൻ, ആളിപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട്. അവർ പറയുന്നതായിരിക്കും ബാക്കി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആറ്റോമിക് എനർജിയിൽ ഒരു ഇന്റർവ്യൂ കഴിയുന്നതും ആറ്റോമിക് എനർജിയിൽ പിന്നെ ജോലി കിട്ടുന്നതും. അപ്പം ഒരു ഗവൺമെന്റ് സർവീസ് കിട്ടിയതോടുകൂടി ഞാൻ പിന്നെ ഗൾഫ് സ്വപ്നം മതിയാക്കി ഞാൻ അതിൽ തന്നെ ഉറച്ചു നിന്നു. അങ്ങനെ ബോംബെയിൽ 4 വർഷം BRCയിൽ ജോലി ചെയ്തു. അത് കഴിഞ്ഞ് 8 വർഷം സെൻറ്റർ ഫോർ അഡ്വാൻസ് ടെക്നോളജി ഇൻഡോർ മധ്യപ്രദേശിൽ ജോലി ചെയ്തു. അവിടുന്ന് മൈസൂർ റെയർ മെറ്റീരിയൽ പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ട് മൈസൂർ ഒരു പ്ലാന്റ് ഉണ്ട്, സീക്രട്ട് പ്ലാന്റ് ആണ്. അതിൽ 25 വർഷം ചെയ്തു. അങ്ങനെ 38 വർഷം സർവീസ് കഴിഞ്ഞ് 2019 റിട്ടയർ ചെയ്തു. കണ്ണൂരിൽ തന്നെ സ്ഥിരതാമസാക്കിയിരിക്കുകയാണ്. വെരി ഗുഡ്. ഫാമിലിനെ പറ്റി പറയാന്ന് വെച്ചാൽ ഭാര്യ അവിടെ മൈസൂർ പ്രൈവറ്റ് സ്കൂളിൽ ടീച്ചറായി വർക്ക് ചെയ്തു. ഒരു മകളാണ്. മകള് പിന്നെ ഡെലോയിറ്റിൽ വർക്ക് ചെയ്യാം ബാംഗ്ലൂരിൽ. അവളെ കല്യാണം കഴിഞ്ഞു. അവളും ഹസ്ബൻഡ് ബാംഗ്ലൂർ ജോലി ചെയ്തു. വെരി ഗുഡ്, വെരി ഹാപ്പി. എല്ലാം കൊണ്ടും നല്ലത് വരട്ടെ ഫ്യൂച്ചറിൽ. എല്ലാം കൊണ്ടും നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ കാണിക്കുന്ന നമ്മളെ സിൻസിയറിറ്റി, അത് നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരു കൂടുതൽ നല്ലൊരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ റിഫ്രിജറേഷൻ ഫീൽഡിലേക്ക് പോയിട്ടുള്ളൂ. മറ്റു വേഗം പല ലൈന് മാറി പല ഇതിലേക്കും മാറിയിരുന്നു. പക്ഷേ ഞാൻ ആ റിഫ്രിജറേഷൻ ആംഗിളും അതിലൊരു അഡ്വാൻസ്ഡ് ഇതിലേക്ക് പോയി. ക്രയോജനിക്സ് എന്ന് പറയും. ക്രയോജനിക്സ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പിന്നെ റിഫ്രിജറേഷൻ ഇത് -273 ഡിഗ്രി വരെ പോകുന്ന സംഭവങ്ങളായിരുന്നു. ലിക്വിഡ് നൈട്രജൻ, ലിക്വിഡ് ഹീലിയം, അങ്ങനെയുള്ള ആ ഫീൽഡിലേക്ക് പോകും. വെരി ഗുഡ് മധു. മൈക്ക് ഈസ് ഓവർ ടു രാജീവ്. രാജീവ് എന്താ പറയാനുള്ളത്? എന്താ പറയാ? ഇവോപ്പറേറ്ററിന്റെ ട്യൂബ് പൊട്ടിച്ചാലും പറയണേ. ഇവോപ്പറേറ്ററിന്റെ ട്യൂബ് പൊട്ടിച്ചിട്ട് പണി പിടിക്കുന്നതിന് നീ പറയണം. അത് ബോംബെയുടെ കാര്യത്തിൽ എന്താ പറയേണ്ടത്? IT ഫീൽഡിൽ നമ്മുടെ ഏറ്റവും നല്ല ലൈഫായിരുന്നു ITയിൽ. കോളേജിനെക്കാട്ടും എൻജോയ് ചെയ്ത് IT ചെയ്യുന്നു. വെരി ഗുഡ്. അല്ല, അന്ന് പറയാനുണ്ടായിരുന്നേ പിന്നെ ഓപ്പൺ ജയിലിന് ITനെ കൊണ്ട് കോളേജിൽ നിന്ന് വന്നപ്പോ ITയിൽ വന്നപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓപ്പൺ ജയിലാണോ ഇത്. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഇവന്റെ എഴുതിയ നമ്മൾ സമരം ചെയ്തേനെ കം ഇൻ ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വി ക്യാൻ ഗോ ടുഗദർ വി ക്യാൻ ഗോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതിലായിരുന്നു. We don't want any detention, which is called as re-exam. അതെല്ലാം ഇപ്പോഴും ഓർമ്മയുണ്ട്. പിന്നെ IT കഴിഞ്ഞ ഉടനെ ഞാൻ ബോംബെ പോയി. ബോംബെയിൽ പോയിട്ട് കുറച്ചു കാലം വേറെ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്ത്. അവിടുന്ന് ആദ്യം എനിക്ക് കിട്ടിയ പൈസ എത്ര വെച്ചാല് 10 റുപ്യ. അല്ല, ഒരു വർക്ക്ഷോപ്പിൽ ജോലി ചെയ്ത് ശമ്പളമൊന്നുമില്ല. അപ്പൊ ദീപാവലിക്ക് എനിക്കൊരു കവർ തന്നു. ഞാൻ വെച്ചിട്ട് വലിയ പൈസ ഉണ്ടാവും. റൂമിൽ പോയി നോക്കുമ്പോ അതിന് 10 റുപ്യ. അതങ്ങനെ 10 റുപ്യ എന്തെന്ന് ഒന്നുമില്ലല്ലോ. പിന്നെ അതങ്ങ് വിട്ട് പിന്നെ സ്വന്തമായിട്ട് വർക്ക് പിടിച്ച് പിന്നെ MIDC ഹോസ്പിറ്റല് ഇതിന്റെയൊക്കെ വർക്ക് പിടിച്ച് സ്വന്തം ചെയ്തു. അപ്പൊ നല്ല എയർപോർട്ടിലൊക്കെ വർക്ക് കിട്ടിയിട്ട് പിന്നെ വാങ്ങിച്ചാൽ പറ്റും വേണ്ടെന്ന് പറഞ്ഞാണ്. കാരണം പൈസ കണ്ടുപോയി സ്വന്തമായി ചെയ്തിട്ട്. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിലെ വർക്കെല്ലാം പിന്നെ കോൺട്രാക്ട് കിട്ടിയ സമയത്താണ് ഞാൻ സൗദിയിലേക്ക് പോകുന്നത്. സൗദിയിലും സ്വന്തമായിട്ട് തന്നെ ജോലി ചെയ്തു. പിന്നെ ബോംബെന്ന് ഇവൻ പറഞ്ഞ മാതിരി കുറെ കടത്തം ചെയ്തതിന് പൈപ്പെല്ലാം പൊട്ടിച്ചിട്ട് സിസ്റ്റം അവിടെ വരെ പിന്നെ കംപ്ലൈന്റ് കൊടുക്ക് ഫ്രിഡ്ജ് കേടായിരുന്നു.
ഒരു 5-10 ഒരുമിച്ച് പിടിക്കും, കഴിഞ്ഞ ഫിറ്റിങ്ങിൽ ഇത് ഇവന്റെ ഉളുപ്പിലായിട്ട് പറഞ്ഞില്ലേ നമ്മളെ എന്നിട്ട് കമ്മീഷൻ കൊടുക്കും. മുമ്പിലിരുത്തിയിട്ട് ശശിഭാഷ മുമ്പിലിരുത്തി ദൈവം പറയും. ഇല്ലല്ലേ, കാരണം പൈപ്പ് പൊട്ടിക്കൂ, പൈപ്പ് പൊട്ടിച്ച് ഔട്ട് ഓഫ് ഓർഡർ ആയില്ലേ. അപ്പൊ പിന്നെ സിസ്റ്റമോട് പറയും കംപ്ലൈന്റ് ചെയ്ത് പറയും. അപ്പൊ അവര് കംപ്ലൈന്റ് ചെയ്യും. അപ്പൊ കൊട്ടേഷൻ വിളിക്കും. ഞാൻ 3 കൊട്ടേഷൻ ഉണ്ടാക്കും. അതിലൊന്ന് എന്റെ അങ്ങനെ അങ്ങനെ സൗദിയിൽ പോയിട്ട് അവിടെയും കോൺട്രാക്ട് വർക്ക് തന്നെയായിരുന്നു കുറെ എടുത്തത്. സ്കൂളിന്റെ എല്ലാം കോൺട്രാക്ട് വർക്ക്. ഇപ്പൊ പിന്നെ ഇപ്പൊ ഞാനും പ്രകാശും ഇപ്പം പ്രകാശും ശശിയും ഞാനും കൂടി സ്റ്റാർട്ടിംഗ് ആണ്. പക്ഷെ വർക്ക് ശരിക്കും കിട്ടുന്നില്ല. അത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം നമ്മളെക്കാട്ടും തലതൊട്ടപ്പന്മാർ ഇവിടെ ഉണ്ട്. അവരുടെ അടുത്ത് പിടിച്ചു കിട്ടാൻ കുറച്ച് പാടാ. നമ്മളെ ഓർഗനൈസേഷന്റെ പേര് കെയർ വെബ് കോപ്പറേറ്റീവ് എയർ കണ്ടീഷൻ റിഫ്രിജറേഷൻ സിസ്റ്റം. വർഷമായില്ലേ ഇത്? അങ്ങനെ അതുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. വേറെ എന്താ പറയാനുള്ളത്? ശരി, താങ്ക് യു രാജീവ് ഫോർ കവറിംഗ് യുവർ. ഓക്കെ, താങ്ക് യു. ഓവർ ടു ബാബു ജയപ്രകാശ് ഫ്രം മഹി. അപ്പൊ ഇപ്പൊ ഇവിടെ വന്ന് ഗുഡ് ഈവനിങ്. പിന്നെ എനിക്കതാ അതെ, താങ്ക് യു ബാബു. എന്റെ പേര് ബാബു ജയപ്രകാശ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു മെച്യൂർഡ് ആയതിനു ശേഷമാണ് കണ്ണൂർ ITയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ ഫ്രണ്ട്ഷിപ്പിനും നല്ല മെച്യൂരിറ്റി ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കറക്റ്റ്. കാരണം പല ഗ്രൂപ്പും നമുക്ക് തന്നെ വിവിധ സ്കൂൾ ഗ്രൂപ്പിന്റെ, കോളേജ് ഗ്രൂപ്പിന്റെ, ഓൾഡ് ഗ്രൂപ്പ്, അങ്ങനെ പല കാലത്തിലുള്ള ഗ്രൂപ്പിന്റെ ക്ലബുകളുടെ ഇതൊരു വലിയൊരു ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. അത് നമ്മുടെ ITയിൽ വന്നത് തന്നെ നമ്മളെല്ലാം പല അവിടെ എത്തിപ്പെട്ട ആ വർഷത്തിൽ ITയിൽ പറഞ്ഞാൽ ഒരു സെൻട്രൽ ചെയ്യുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ITയിൽ. പക്ഷെ എന്തുകൊണ്ടോ നമുക്ക് അനുസരിച്ച് അയാളും കൂടി നമ്മളോട് സാധിച്ചപ്പോൾ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അവിടെ സ്റ്റുഡന്റ് ഇൻസ്ട്രക്ടർ എന്നുള്ള ബന്ധം അല്ലാതെ ഒരു നല്ലൊരു മെച്യൂർഡ് ആയിട്ട് നമ്മളെ ഉൾക്കൊള്ളാൻ, നമ്മളെ അധ്യാപകനെ ഉൾക്കൊള്ളാൻ, അയാളെ ഉൾക്കൊള്ളാൻ നമുക്കും സാധിച്ചു നല്ലോണം. അതുകൊണ്ട് തന്നെ നല്ലൊരു കോർഡിനേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ആരെക്കൊണ്ട് പറയത്തില്ല. നമ്മളെ ഈ പോക്ക് കൊണ്ട് മറ്റുള്ള സെക്ഷനിലുള്ള കൂട്ടർക്ക് വരെ അസൂയ തോന്നിപ്പോയിട്ടുണ്ട്. കാരണം ഇവരാരും ഇങ്ങനെ കളിച്ചാൽ പാസ്സാവൂല, കാണാൻ റിസൾട്ട് വരട്ടെ അഭിപ്രായമായിരുന്നു. പക്ഷെ ആ ജയിൽ ജീവിതം തികച്ചും മാറ്റിമറിച്ചുകൊണ്ട് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് നമ്മളെ ആ ബാച്ച്. അങ്ങനെ നമ്മളെ അവിടെ MRAC എന്നുള്ളൊരു ബോർഡ്, എയർ ഇന്ത്യ മഹാരാജ റോയൽ MRAC എന്നുള്ള ബോർഡ് വരെ ITയിൽ വെച്ച് സ്ഥാപിച്ചിട്ട് നമ്മുടെ കോഴ്സിനെ കംപ്ലീറ്റ് ചെയ്തിട്ട് ITന്റെ ചരിത്രത്തിലാത്ത 100% വിജയമില്ല. അതും അതൊന്നും എല്ലാവരും ഫസ്റ്റ് ക്ലാസ് ആണെന്ന് തോന്നുന്നു. ഞാൻ ഫസ്റ്റ് ക്ലാസ്, എല്ലാവരും ഫസ്റ്റ് ക്ലാസ് വിജയവും കരസ്ഥമാക്കി പുറത്തു ഗ്രൂപ്പാണ്. പക്ഷെ ആ പോയ ഗ്രൂപ്പ് എല്ലാവരും ഈ ഫീൽഡ് എത്തിയിട്ടില്ലാന്ന് എൻ്റെ അറിവ്. അതായത് രാജീവൻ, പ്രകാശൻ, മോഹനൻ, കൃഷ്ണൻ, മധു, ഇവിടെ മാത്രമേ ഈ പവിത്രൻ അതില് കുറെ പേര് ഇസ്രോ അടിസ്ഥാനത്തിൽ കയറിയിട്ടുണ്ട്. കുറെ ആൾക്കാർ എങ്കിലും അവർ ഒരു ദീർഘനാളായിട്ട് നമ്മളെല്ലാം നിൽക്കുകയായിരുന്നു. പക്ഷെ എങ്ങനെയോ ഏതോ ഒരു വർഷത്തിൽ ശശിനെ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. ശശിയുടെ മെയിൽ വന്നുകൊണ്ട് ഇപ്പം പലപ്പോഴും ഞാൻ ഇഗ്നോർ ചെയ്തിട്ടുണ്ട്. അവസാനമാണ് മനസ്സിലായത് ഇങ്ങനെ ഒരു ഗ്രൂപ്പാണെന്ന് പറഞ്ഞപ്പോ നമ്മളെല്ലാം വീണ്ടും ആ ഒരൊറ്റ ശ്രമത്തിന്റെ ഫലമായിട്ട് നമ്മള് ആ എല്ലാ ബാച്ചിനെ പലരെയും കണ്ടിട്ട് ചികിത്സ കാണാൻ പറ്റിയത് പങ്കെടുക്കാൻ പറ്റുക വിവിധ സമയങ്ങളിലായിട്ട് നമ്മളെല്ലാവരും ഒത്തുചേരാറുണ്ട്. പറഞ്ഞ പോലെ ഞാനും MRAC എന്നും പറഞ്ഞ് സർട്ടിഫിക്കറ്റും കഴിഞ്ഞ് വെച്ചിട്ട് ദുബായിലാണ് എത്തിപ്പെട്ടത്. പക്ഷെ ദുബായി പോകേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. എനിക്ക് മാഹിയിൽ
ഒരു ലിക്കർ ഷോപ്പായിട്ട് നല്ല തിരക്കുണ്ടായിട്ട് ന്യൂ ഡിവൈൻസിന്റെ ലിക്കർ ഷോപ്പായിട്ട് ഒരു മെഡിക്കൽ ഷോപ്പുണ്ട്. നമ്മളെ വിധി എത്തിക്കുന്നത് ദുബൈയിലാണ്. നമ്മളെ ഫാദറിന് അത് നടക്കാൻ തീരെ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അത് വിദേശത്ത് പോയിന്നാണ് എൻ്റെ അച്ഛൻ പറഞ്ഞത്. ഞാനൊരു വലുതാക്കി ദുബൈയിൽ 2-3 മാസം റെഫ്രിജറേഷൻ മാർക്കറ്റിംഗിൽ ഗൾഫ് സെയിൽ റെഫ്രിജറേഷൻ മാർക്കറ്റിംഗ് നമുക്ക് അവിടെ വിസിറ്റേഴ്സ് വെച്ചിട്ട് ലൈസൻസ് ഇല്ല. അപ്പോൾ മാർക്കറ്റിംഗ് ഒരു ടഫ് ജോബായിട്ട് നല്ലത് അത് ഇതായിട്ടാണ്. ഞാൻ ഫിഷറീസ് അവിടെ മെയിൻലി ഫ്രീസ് ആക്കിയിട്ട് അക്കൗണ്ടന്റ് ആയിട്ട്. പിന്നെ ഞാൻ അവിടുത്തെ മാനേജറായി. പിന്നെ അവിടുത്തെ ഫുൾ എന്താ പറയാ പ്രോസസിംഗ് ചെറിയ കാലഘട്ടങ്ങളിൽ അതിന്റെ ഓണർ ഞാൻ ഇല്ലാതെ നേരത്തിലായിരുന്നു. അങ്ങനെ വരുമ്പോഴാണ് ഒരു സ്വിറ്റ്സർലാൻഡ് കമ്പനിയുടെ ഫ്രീ ഷിപ്മെന്റ് ഇൻസ്പെക്ഷൻ അഡ്വർടൈസ്മെന്റ് കാണുന്നത്. ഒരു MRICന്റെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഞാൻ അപ്ലൈ അയച്ചതാണ്. പക്ഷെ അന്ന് അവരതിന് ചോദിച്ച ഡിഗ്രി ഇൻ ബിസിനസ്, ഡിഗ്രി ഇൻ കോമേഴ്സ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ചാർട്ടേഡ് എഞ്ചിനീയർ, ഇതാണ് അവരുടെ ബേസിക് ക്വാളിഫിക്കേഷൻ. പക്ഷെ എന്തോ ഒരു നിമിത്തം പോലെ ഞാനിതായിട്ട് ആ സ്ത്രീ ഫ്രഞ്ചിൽ വേണ്ടി എന്റെ മാസ്റ്റർ ഓഫ് റെഫ്രിജറേഷൻ ആക്കി. പറഞ്ഞ് അയാൾ ഇന്ന് അറിയണം നീ ജോയിൻ ചെയ്യോ ഇല്ലയോ എന്നുള്ളത്. ഒരു അപ്പൊ ഞാൻ പറഞ്ഞു ക്രിസ്റ്റീൻ ഡാനിയൽ സ്ത്രീയുടെ പേര് ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ വരാൻ പറ്റില്ല, അന്ന് വിശ്വസിച്ചൊരു കമ്പനിയോട് ഉണ്ട്, അവരോട് പറയാതെ എനിക്ക് വരാൻ പറ്റില്ല. പക്ഷെ എനിക്ക് അങ്ങനെ ടൈം തരാൻ പറ്റില്ല. എനിക്ക് ഇന്ന് വൈകുന്നേരം 3 മണിയാവുമ്പോഴേക്ക് എനിക്ക് യെസ് ഓർ നോ പറയണം. അങ്ങനെയാണ് ഞാൻ നേരെ തിരിച്ചു പോയി അഫ്ഗാദിനോട് അതുവരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അയാൾ എന്റെ ഓഫർ ലെറ്റർ വാങ്ങിച്ചിട്ട് ഒരു 5 minutes അയാൾ സ്റ്റക്കായിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു ബാബു ഞാൻ ഇന്ന് എനിക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം എന്റെ സാലറി കണ്ടു ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്ന് എനിക്ക് ഇങ്ങനെ വിടാനും വിഷമമാണ്. അതുകൊണ്ട് എന്താ ഞാൻ പറയുന്നത് നിങ്ങൾക്കൊരു അവസ്ഥയാണ്. അപ്പൊ ഞാൻ ഞാൻ നമുക്ക് പറ്റിയ ഒരാളെ കാട്ടി തരാം, അതിനൊരു ടൈം തരാം. ഞാൻ ടൈം ചോദിച്ചു. നമുക്ക് ഇതുവരെ അവിടെ ജോലി എടുക്കാനും രാവിലെ പോയിട്ട് വർക്ക് ചെയ്യും, ശേഷം മറ്റൊരാളെ കൊട്ടക്കിനേല് ജോലിയായിട്ട് ഇങ്ങനെ പോകും. അവിടെ വെച്ച് എല്ലാം കല്യാണം കഴിഞ്ഞു. ഒരു കുട്ടി ആർക്കിടെക്റ്റാണ്, ഇപ്പൊ ദുബൈയിലാണ്. അവരുടെ ഹസ്ബൻഡ് അവരുടെ ഒരു ബ്രാൻഡ് മാർക്കറ്റിംഗ് ഒരു ഗ്രാൻഡ് ചൈൽഡ് ഉണ്ട് അല്ലേ? ഒരു ഗ്രാൻഡ് ചൈൽഡ് നെക്സ്റ്റ് മന്ത് 1 year കംപ്ലീറ്റ് ആവാൻ പോകുന്നു. ഹാപ്പി ലൈഫ്. ഹാപ്പി മോർ ഹാപ്പി എന്ന് പറയുന്നത് നമ്മൾ ഇതുമാതിരി ഫ്രണ്ട്സ് കൂടുമ്പോൾ കാണുമ്പോൾ ഒത്തുചേരുന്നതിന് വലിയ ഫാമിലിനേക്കാൾ വലിയൊരു ഫാമിലിയാണ് നമ്മുടെ. ഒരു ബ്ലോഗ് ഉണ്ട്, ചുവന്ന കടുക്കൻ കഥ പറയും പോകുന്നത്, കിട്ടിയ വായിക്കാം. ഓക്കെ, ഗുഡ്. അതുപോലെ തന്നെ ശശിധരൻ ഒരു ബ്ലോഗ് ഉണ്ട്. അദ്ദേഹം ഒരു ഓർഡറാണ്. ബുക്കാ ബുക്കിന്റെ ദ സ്പ്ലിറ്റ് ലവ്. ദ സ്പ്ലിറ്റ് ലവ് ബുക്കിന്റെ പേര്. അല്ലാണ്ട് വ്ളോഗിന്റെ പേര് വിഷൻ ഹൗസ്. കൂടുതൽ അക്കാര്യത്തെ പറ്റിയിട്ട് മറ്റുള്ള അനുഭവം പ്രകാശനം അതിനെ കൂടുതൽ ഇനി റെക്കോർഡാവും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയേണ്ടത് ഇല്ല, കഴിഞ്ഞില്ല. അത് ഓരോ ഓർഡറിൽ ബാബു എന്നോട് സംസാരിക്കുന്ന കേട്ടോ തമ്മിൽ. അതൊക്കെ റെക്കോർഡ് ചെയ്യും. ബാബു മോൻ സൈലന്റ് ബാബു മോൻ.
നമ്മളെ ബെസ്റ്റ് എന്ന് പറഞ്ഞില്ല ഇതിവിടെ നമ്മുടെ സിനിമാ നടൻ ശ്രീനിവാസൻ പറഞ്ഞു ആദ്യം പഠിക്കുന്ന സമയത്ത് ഇത് എന്താ പറയാ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുന്ന സമയത്തെല്ലാം അയാൾ ഒരിക്കലും വിചാരിച്ചിട്ട് പോലും അയാൾ ഒരു സിനിമ നടന്ന ആളാണ് അയാൾ ഒരു ദിവസം ഒരു മാഷയും കൂട്ടിയിട്ട് പുത്തോൾപ്പെട്ട അവരോട് ഒരു സൈഡില് ബാങ്ക് കെട്ടിയിട്ട് കൈങ്ങോട്ടൊക്കെ അസ്ത്രരേഖാശാസ്ത്രം അപ്പൊ മാഷ താല്പര്യത്തിന് പോയി. അപ്പൊ അയാൾ നോക്കിയിട്ട് കുറെ കാര്യങ്ങൾ പറയുമ്പോൾ ഇയാൾ ഇടയ്ക്ക് ചിരിക്കുന്നുണ്ട് പോലും, കാരണം ഇതൊന്നും അയാൾക്ക് സംഭവിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പൊ അയാൾ തീരെ പഠിക്കാത്തത് എന്താ പറഞ്ഞത്, നിങ്ങൾ ഒരു സിനിമാ നടനാവും, കലയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളൊരു സിനിമാ നടൻ. അപ്പൊ തന്നെ അയാൾ ചിരിച്ചു പോകും. എന്റെ ഈ സൗന്ദര്യം പോയിട്ട് വേറെ ഞാനിങ്ങനെ ഒരു സിനിമ കാണണം. അത് മാത്രമല്ല എന്നെ അത്ഭുതപ്പെടുത്തിയ പിൽക്കാലത്ത് രാജ്യത്തിന്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളിൽ നിന്ന് അവാർഡ് വാങ്ങുന്നു. ഇയാളത് വിട്ട് പിന്നെ അയാളെ അന്വേഷിച്ചിട്ട് കണ്ടിട്ടുള്ളൂ. പിന്നെ ഇയാളല്ല ഇയാളത് വിട്ട് കുറെയൊക്കെ ഇയാള് ചിന്താവിഷ്ട ശാമ്പളത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. പിന്നെ ബെസ്റ്റ് ഡയറക്ടർക്കോ അവാർഡ് പ്രസിഡന്റിന്റെ അടുത്ത് നിന്നും കിട്ടി. അപ്പൊ അന്നേരം ഇയാൾ ഈ കൈനോട്ടക്കാരന്റെ പ്രവചനം ആലോചിച്ചത്. പിന്നെ ഒരു ദിവസം കണ്ണൂരിൽ ഇയാൾ ടൗണിൽ കൂടി വരുമ്പോ ആ സ്ഥലത്ത് നോക്കുമ്പോ ഇയാൾക്ക് പെട്ടെന്ന് കഴിക്കാൻ അയാൾ ഇറങ്ങി നോക്കുന്ന സമയത്ത് ആ കൈനോട്ടക്കാരനും കാര്യമൊന്നും ആളില്ല. അപ്പൊ അന്ന് അയാൾ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് ശരിയായി. പറയുമ്പോ ഞാൻ പറയുന്നത് ചെറിയ എന്തൊരു കാര്യം ഇതിനിടെ ഞാൻ എഴുതുമ്പോ എഴുതിയാണ്. ഞാൻ ആരോട് ചോദിച്ചാലും എന്നോട് പറയാം വെള്ളവുമായിട്ട് കണക്ട് ചെയ്ത് ജോലിയാണ് നിങ്ങൾ. അന്ന് ഞാൻ നോക്കുമ്പോൾ ശരി ഗ്രാൻഡ് ഷാപ്പ് വെള്ളമാണ്, അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പഠിച്ച് MRSC അതും ഒരു ലിക്വിഡ് കെമിക്കലുമായിട്ട് ബന്ധപ്പെട്ട സംഗതിയാണ് ഐസ്. അതും കഴിഞ്ഞ് പിന്നെ എനിക്ക് ഒരു ബന്ധവും ഇല്ലാത്ത ഫിഷറീസ് ഫീൽഡിലാണ് എത്തി. അതും വെള്ളം, അതായത് ഇത് വെള്ളം കടല് ഇങ്ങനെയാ. അത് കഴിഞ്ഞ് ഞാൻ പിന്നെയും കൊട്ടക്കനയിൽ എത്തിയതും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട്. ഇങ്ങനെയൊരു ടെസ്റ്റ് ഉണ്ട് നമ്മളെ ഓരോ പ്രൊഫഷനെയും. നമ്മൾ പഠിച്ചത് MRSC മറ്റേ റെഗുലേഷൻ ആയതുകൊണ്ട് അതിൽ തന്നെ ജോലി എടുക്കണം. നിങ്ങളെ ജീവിതത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്ത് ലഭിക്കാം. എന്റെ ഒരാൾ കൈ നോക്കിയിട്ട് പറഞ്ഞാൽ അറിയാം ടെക്നിക്കൽ ഐഡിയ. കോളേജ് പഠിക്കുമ്പോ പറയുന്നത് ഞാൻ വിശ്വസിച്ചിട്ടില്ല. അത് കോളേജ് പഠിക്കുന്നുണ്ട് ടെക്നിക്കൽ ഐഡിയ. ട്രീറ്റ്മെന്റ് 3D ആക്കും അങ്ങനൊക്കെ പറയാം.